KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ട്വിങ്കിൾ ശില്പശാല നടത്തി. മേലാങ്കോട്ടെ EC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, കാഞ്ഞങ്ങാട്. 3-4 ക്ലാസുകളിലെ ഇംഗ്ലീഷ് അധ്യയനം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്ത് നടത്തുന്ന അക്കാദമിക മുന്നേറ്റ പരിപാടിയാണ് ട്വിങ്കിൾ. ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. മേലാങ്കോട്ടെ EC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനും കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ നന്നായി പരിശീലിപ്പിച്ചെടുക്കാനും ഉള്ളൊരു ശില്പശാലയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പൊരുളോളം പറയാം. കേരളത്തിൽ എന്നൊക്കെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴാണ് പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മികവുറ്റതായി മാറിയത്. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV സുജാത അധ്യക്ഷയായി. ഡോക്ടർ PK ജയരാജാണ് ട്വിങ്കിൾ പരിപാടിയെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തത്. The most important thing is mathematical thinking. So mathematical thinking is the most important thing. So how does the language of mathematics and how does the language of English differ? What is the difference between the language of teaching English and language of mathematics? There are many differences. The most important difference is mathematics focuses on mathematical thinking, on numeracy. Numeracy means in Malayalam Sankhya both. Numeracy, mathematical operations. There are so many competencies. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത, മേലാങ്കോട്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത്, M സുനിൽകുമാർ, K ലളിത എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ ട്രഷറർ KV രാജേഷ് സ്വാഗതവും അക്കാദമിക് കമ്മിറ്റി കൺവീനർ M രമേശൻ നന്ദിയും പറഞ്ഞു. ഈ വർഷം ജില്ലയിലെ 50ഓളം വിദ്യാലയങ്ങളിൽ ട്വിങ്കിൾ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനമെന്ന് KSTA അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.